ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ ടി ബി, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലൈമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നൊരു മ്യൂട്ടഡ് സ്റ്റാർട്ടാണ്. ഏഷ്യൻ മാർക്കറ്റ് സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ഏഷ്യയിൽ ഫ്ലാറ്റ് ട്രേഡിംഗ് ആണ് ഇന്ന് മോർണിംഗിൽ. ട്രംപിൻ്റെ പുതിയ അനൗൺസ്മെൻറ്റ് വന്നിട്ടുണ്ട്. അലുമിനിയം അതുപോലെ തന്നെ സ്റ്റീൽ ഇമ്പോർട്ടിന്മേൽ 25% താരിഫ് ഏർപ്പെടുത്തുന്നതാണ് അദ്ദേഹം പറയുന്നത്. അതിൻ്റെ ചെറിയ ഇമ്പാക്റ്റൊക്കെ ഗ്ലോബൽ മാർക്കറ്റുകളിലുണ്ട്, പക്ഷേ കാര്യമായിട്ടുള്ള നെഗറ്റീവ് ഇമ്പാക്റ്റ് ഒന്നും ഇന്ന് മോർണിംഗിലില്ല. അതേസമയം ഏഷ്യൻ മാർക്കറ്റുകളെല്ലാം തന്നെ ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ട്രേഡിംഗ് ആണ്. അതോടൊപ്പം തന്നെ നമ്മൾ മറ്റു ന്യൂസ് ലോസൊക്കെ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ആഴ്ചയിൽ പൊതുവെ ഒരു വൊളാറ്റിലിറ്റി തന്നെയാണ്. വീക്കിലി പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ അമേരിക്കൻ മാർക്കറ്റുകൾ വീക്ക് ടു വീക്ക് താഴെയായിരുന്നു, ഇന്ത്യൻ മാർക്കറ്റുകൾ ബെറ്റർ ആയിരുന്നു. എന്നിരുന്നാലും നമ്മൾ വെള്ളിയാഴ്ച നല്ല വൊളാറ്റിലിറ്റിക്ക് ശേഷം താഴെയാണ് ക്ലോസ് ചെയ്തിരുന്നത്. RBI പോളിസി ഉണ്ടായിരുന്നു, 0.25% റെപ്പോ റേറ്റ് കട്ട് ചെയ്തിരുന്നു. ഇതിൻ്റെ ഇമ്പാക്റ്റ് ഒന്നും തന്നെ മാർക്കറ്റിൽ കാര്യമായിട്ടില്ല. കാരണം എല്ലാവരും എക്സ്പെക്റ്റ് ചെയ്ത രീതിയിലുള്ളൊരു ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് തന്നെയാണ് RBI നടത്തിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ മറ്റ് ന്യൂസ് ഫ്ലോസൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത് മിക്സഡ് റിയാക്ഷനാണ് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച്. പക്ഷേ നമ്മുടെ ബഡ്ജറ്റിന് ശേഷം നമ്മുടെ മാർക്കറ്റിലെ സെൻറ്റിമെൻറ്റ് ലോങ് ടൈമിലേക്ക് വളരെ പോസിറ്റീവാണ്. അതുകൊണ്ട് തന്നെ ഗ്ലോബൽ മാർക്കറ്റുകളിൽ വലിയ രീതിയിലുള്ള നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടായാൽ പോലും നമ്മളെ സംബന്ധിച്ച് ചെറിയ ഒരു ഇമ്പാക്റ്റ് മാത്രമാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുള്ളൂ. ട്രംപിൻ്റെ മീറ്റിംഗ് ഉണ്ട് മോഡിയായിട്ട്. നമ്മുടെ പ്രൈം മിനിസ്റ്റർ 12-13 തീയതികളിൽ അമേരിക്കയിലുണ്ടാവും. ആ മീറ്റിങ്ങിൽ എന്തെങ്കിലും അനൗൺസ്മെൻറ്റുകൾ വരുമോ എന്നുള്ള കാര്യമാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. തീർച്ചയായിട്ടും പോസിറ്റീവായിട്ടുള്ള എക്സ്പെക്റ്റേഷൻ തന്നെയാണ് എല്ലാവർക്കും ഉള്ളത്. അതോടൊപ്പം തന്നെ മറ്റു റിസർച്ച് ഹൗസുകളുടെ റിസർച്ച് റിപ്പോർട്ടുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത് ഇന്ത്യൻ ഫാർമസ്യൂട്ടിക്കൽ സെൻറ്ററിനും അതുപോലെ തന്നെ സെമി കണ്ടക്ടർ രംഗത്തും വലിയ രീതിയിലുള്ള ഗ്രോത്താണ് 2030 വരെ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഇത് പൊതുവേ ഈ രംഗത്തുള്ള സ്റ്റോക്കുകളെ സംബന്ധിച്ച് പോസിറ്റീവാണ്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ആഴ്ചയിൽ ഗോൾഡ് പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിരുന്നു. ഇന്നത്തെ സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഫ്ലാറ്റായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ഒപ്പം ചൈനയിൽ പുതിയ 168 കോടി രൂപയുടെ ഗോൾഡ് റിസർവും കൂടി കണ്ടെത്തിയിട്ടുണ്ട്. ഇതിനു മുമ്പ് ചൈനയിൽ നവംബറിൽ 1000 ടണ്ണിൻ്റെ പുതിയ റിസർവ് കണ്ടെത്തിയിരുന്നു. 1000 ടണ്ണിൻ്റെ റിസർവാണ് ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ ഗോൾഡ് റിസർവ്. അതോടൊപ്പം തന്നെ ഓസ്ട്രേലിയയിൽ പുതിയ അയേൺ ഓർ റിസർവും കണ്ടെത്തിയിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ അയേൺ ഓർ റിസർവാണ് ഇപ്പോൾ ഉള്ളത് റഷ്യയിലാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ന്യൂസുകളൊക്കെ ചൈനയ്ക്കും ഓസ്ട്രേലിയയ്ക്കും ഒക്കെ വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ് ലോങ് റണ്ണിൽ. അതോടൊപ്പം തന്നെ അയേൺ ഓറിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ സ്റ്റീൽ കമ്പനികളെ സംബന്ധിച്ച് പോസിറ്റീവാണ്. അയേൺ ഓർ മേജർ റോ മെറ്റീരിയലാണ് സ്റ്റീൽ മേക്കിങ്ങിൽ. അതുകൊണ്ട് ലോങ് ടൈമിൽ അയേൺ ഓറിൻ്റെ അവൈലബിലിറ്റി നന്നായിരിക്കും. അതുപോലെ തന്നെ കാര്യമായിട്ടുള്ള ഷോർട്ടേജ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ സ്റ്റീൽ സെക്ടറിനെ സംബന്ധിച്ചും പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ് ലോങ് റണ്ണിൽ. ഇതിൻ്റെ ഒരു ഇമ്മീഡിയറ്റ് ഇമ്പാക്റ്റ് ഒന്നും തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് സ്റ്റോക്ക് പ്രൈസിൽ റിഫ്ലക്റ്റ് ചെയ്യാൻ പോകുന്നില്ല. നമ്മൾ ഓർഡർ ബാങ്കിങ് ന്യൂസുകൾ നോക്കുകയാണെങ്കിൽ RVNL കഴിഞ്ഞ ആഴ്ചയിൽ 404.4 കോടി രൂപയുടെ ഓർഡറൊക്കെ ബാഗ് ചെയ്തിരുന്നു. വീണ്ടും ഒരു 211 കോടി രൂപയുടെ ഓർഡർ ബാഗ് ചെയ്തിരിക്കുകയാണ്. 83,221 കോടി ഓർഡർ കയ്യിലുള്ളൊരു കമ്പനിയാണ്. ഈ ഓർഡറും കൂടി ബാഗ് ചെയ്ത് കഴിയുമ്പോൾ 84,000 കോടി ക്രോസ് ചെയ്യാനുള്ള സാധ്യതകളാണ് കാണുന്നത്. തീർച്ചയായിട്ടും കണ്ടിന്യൂസ് ആയിട്ട് ഓർഡർ ബാങ്കിങ് ന്യൂസ് ഉള്ളൊരു കമ്പനിയാണ് RVNL. അതോടൊപ്പം തന്നെ ഈ ആഴ്ചയിൽ RVNL അതുപോലെ തന്നെ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ്, നൈക്ക, വരുൺ ബെവറേജസ്, ഈശ്വർ, അശോക് ലെയ്ലൻഡ്, അപ്പോളോ ഹോസ്പിറ്റൽ ഇത്തരത്തിലുള്ള പ്രമുഖ കമ്പനികളുടെ ക്വാർട്ടർ 3 റിസൾട്ടുകളുണ്ട്. ക്വാർട്ടർ 3 റിസൾട്ടുകൾക്ക് അനുസരിച്ചുള്ളൊരു മൂവ്മെൻ്റാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഭാരത് ഇലക്ട്രോണിക്സ് വീണ്ടും 962 കോടി രൂപയുടെ ഓർഡർ ബാഗ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ഡിഫൻസ് രംഗത്തുള്ള നല്ലൊരു കമ്പനിയാണ് ഭാരത് ഇലക്ട്രോണിക്സ്. പക്ഷേ മാർക്കറ്റിൻ്റെ സെൻറ്റിമെൻറ്റിനനുസരിച്ചാണ് ഇത് മൂവ് ചെയ്യാനായിട്ട് സാധ്യതയുള്ളൂ. ഒപ്പം വാരി എനർജീസ് 1.4 ഗിഗാവാട്ടിൻ്റെ സോളാർ സെൽ മാനുഫാക്ചറിങ് ഗുജറാത്ത് പ്ലാന്റിൽ നിന്ന് ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വാരി എനർജീനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. റീസെൻ്റായിട്ട് അവരുടെ അമേരിക്കയിലെ ടെക്സാസ് പ്ലാന്റിലെ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്തിരുന്നു.
ലോങ് റണ്ണിൽ വാരി എനർജിനെ സംബന്ധിച്ച് പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. തീർച്ചയായും ട്രംപിൻ്റെ ഭാഗത്ത് നിന്ന് ഇനി സോളാർ ഇമ്പോർട്ട് സംബന്ധിച്ച് എന്തെങ്കിലും കാര്യമായിട്ടുള്ള നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ന്യൂസുകൾ വരുമോ എന്നുള്ള കാര്യം നമുക്ക് പറയാൻ പറ്റില്ല. അത് കാത്തിരുന്ന് കാണേണ്ടതാണ്. പക്ഷേ ഓവറോൾ വാല്യൂവിനെ സംബന്ധിച്ച് പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. തേജസ് നെറ്റ്വർക്ക് NEC ജപ്പാനായിട്ട് 5G ടെക്നോളജിക്ക് വേണ്ടിയിട്ടുള്ളൊരു ജോയിൻറ്റ് വെഞ്ചറിൽ ഏർപ്പെടുകയാണ്. 525 കോടിയാണ് അടുത്തൊരു വർഷത്തിനുള്ള സ്പെൻഡ് ചെയ്യാൻ പോകുന്നത്. തേജസ് നെറ്റ്വർക്കിനെ സംബന്ധിച്ച് ലോങ് റണ്ണിൽ ഇത് പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. ഇതുവരെ നമ്മൾ വന്നിട്ടുള്ള റിസൾട്ടുകളൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ വളരെ പ്രോമിസിംഗ് ആയിട്ട് നമുക്ക് ലോങ് ടൈമിലേക്ക് മാർക്കറ്റ് താഴെ വരുമ്പോൾ കൺസിഡർ ചെയ്യാവുന്ന സ്റ്റോക്കുകളാണ് വെൽസ്പൻ കോർപ്പ്, അതുപോലെ തന്നെ ബജാജ് ഓട്ടോ, ഇത്തരത്തിലുള്ള സ്റ്റോക്കുകളുടെ. അതോടൊപ്പം തന്നെ ഡിഫൻസ് രംഗത്തുള്ള നൈബ് ലിമിറ്റഡ്, ഗണേഷ് ഗ്രീൻ ഭാരത് എന്ന് പറയുന്ന ഒരു കമ്പനി, ഇത്തരത്തിലുള്ള സ്റ്റോക്കുകൾ മാർക്കറ്റ് താഴെ വരുന്ന അവസരങ്ങളിൽ ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇൻവെസ്റ്റേഴ്സിന് കൺസിഡർ ചെയ്യാവുന്ന സ്റ്റോക്കുകളാണ്. ഈ ആഴ്ച ധാരാളം IPOs ഓപ്പൺ ആവുന്നുണ്ട്. മെയിൻ ബോർഡിൽ 2 IPO ആണ്. ലോങ് ടേമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിന് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ഹെക്സാവെയർ ടെക്നോളജീസ്, അത് AI ഡിജിറ്റൽ രംഗത്തുള്ളൊരു കമ്പനിയാണ്. അതുപോലെ തന്നെ അജാക്സ് എഞ്ചിനീയറിംഗ് ലിമിറ്റഡ്, കൺസ്ട്രക്ഷൻ എക്യുപ്മെൻറ്റ് ഉണ്ടാക്കുന്ന ഒരു കമ്പനിയും കൂടിയാണ്. തീർച്ചയായിട്ടും ഈ 2 കമ്പനികളാണ്. പക്ഷേ വാല്യുവേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ ഈ 2 കമ്പനികൾ ഹയർ പ്രൈസിലാണ് ഓഫർ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ വലിയ രീതിയിലുള്ള ഗ്രേ മാർക്കറ്റ് പ്രീമിയം ഒന്നുമില്ല. അപ്പോൾ മാർക്കറ്റ് സെൻറ്റിമെൻറ്റ് വീക്കായിട്ടുള്ളൊരു സമയത്താണ് ഇഷ്യൂ ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ഒരു പക്ഷേ ഇഷ്യൂ പ്രൈസിലോ അതിന് താഴെയൊക്കെ ഓപ്പൺ ചെയ്തേക്കാം. അതുകൊണ്ട് തന്നെ ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ള ഇൻവെസ്റ്റേഴ്സ് തങ്ങളുടെ റിസ്ക് ടേക്കിംഗ് കപ്പാസിറ്റിക്ക് അനുസരിച്ചുള്ളൊരു ഡിസിഷൻ എടുക്കുന്നതായിരിക്കും നല്ലത്. ഇതൊക്കെയാണ് മാർക്കറ്റ് ന്യൂസ് ഫ്ലോസ്. സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഈ ആഴ്ച നമ്മളെ സംബന്ധിച്ച് വീണ്ടും വളരെയധികം ആകാംക്ഷയുള്ളൊരു ആഴ്ചയാണ് ട്രംപ് മോഡി മീറ്റിംഗ്. അതോടൊപ്പം തന്നെ ഈ ആഴ്ച നമ്മുടെ കൺസ്യൂമർ പ്രൈസ് ഇൻഫ്ലേഷൻ ഡാറ്റ, ഹോൾസെയിൽ പ്രൈസ് ഇൻഫ്ലേഷൻ ഡാറ്റയൊക്കെ വരാനുണ്ട്. ഈ ഡാറ്റകൾക്കനുസരിച്ച് അതുപോലെ ട്രംപ് മീറ്റിംഗ് ഇവൻറ്റുകൾക്കനുസരിച്ചുള്ള വോളാറ്റിലിറ്റിയാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അല്ലാത്ത പക്ഷം മാർക്കറ്റിൻ്റെ സെൻറ്റിമെൻറ്റ് ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ വളരെ പോസിറ്റീവാണ്. ബുള്ളിഷ് ബയാസിലുള്ള സെൻറ്റിമെൻ്റ് ആണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. എവരി ഫാളിൽ 4 ഘട്ടമായിട്ട് ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ നല്ല പെർഫോമൻസ് Q3 കാഴ്ചവെച്ചുള്ള സ്റ്റോക്കുകൾ വാങ്ങാവുന്നതാണ്. ഈ വർഷം തന്നെ നമ്മുടെ നിഫ്റ്റിയും സെൻസസും വോളാറ്റിലിറ്റിക്ക് ശേഷം വീണ്ടും പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്യുന്നുള്ള എക്സ്പെക്റ്റേഷനാണുള്ളത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിൻ്റെ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻട്രിയോട് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.